ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. വടക്കാഞ്ചേരി അകമലയിലെ ചന്ദനക്കാട് വീണ്ടും കൊള്ളയടിച്ചു. 6 വലിയ ചന്ദന മരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. മറയൂരിന് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചന്ദനക്കാടുകളിലൊന്നായ വടക്കാഞ്ചേരി അകമലയിലെ ചന്ദനമരങ്ങൾ വീണ്ടും കൊള്ളക്കാരുടെ ഈർച്ചവാളിനിരയായി. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഭവത്തിൽ 6 വലിയ ചന്ദനമരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ഇതോടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് സംഭവിച്ചത്. നേരത്തെ മുറിച്ചുമാറ്റിയ മരങ്ങളുടെ വേരുകളിൽ നിന്നും തളിർത്ത ചെറുമരങ്ങളും കൊള്ളക്കാർ കടത്തിയിട്ടുണ്ട്. പ്രദേശത്ത് വനം വകുപ്പിന്റെ കർശന കാവൽ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും നേരത്തെ സ്ഥാപിച്ചിരുന്ന ട്രാപ്പ് ക്യാമറകൾ മാറ്റിയിരുന്നു. ഇതാണ് കൊള്ള നടക്കാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. വടക്കാഞ്ചേരി റേഞ്ചിന് കീഴിലെ കൊടുമ്പ്, കണ്ടൻചിറ, അകമല, മച്ചാട് റേഞ്ചിലെ ചേപ്പക്കോട്, അകമല, പട്ടാണിക്കാട് എന്നിവിടങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ചന്ദനക്കാടുകളിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിലും വ്യാപകമായി ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു. 2023 മച്ചാട് റേഞ്ചിലെ ചേപ്പലക്കോട് നടന്ന ചന്ദനക്കൊള്ള വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ചന്ദനക്കാടുകളെക്കുറിച്ച് നന്നായി പഠിച്ച് കൊള്ളക്കാരിൽ ചിലർ സംഘങ്ങളായി എത്തി പ്രാദേശിക കൊള്ളക്കാരോടൊപ്പം ചേർന്ന് ഈ കൃത്യം നടത്തുന്നതാണ് രീതിയെന്നാണ് മുൻകാല ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രാദേശിക കള്ളന്മാരുടെ ഒത്താശയുള്ളതിനാൽ ഇരുട്ടിന്റെ മറവിലും മറ്റുമെത്തി ചന്ദനത്തിന്റെ കാതൽ മാത്രമെടുത്ത് കടത്തുന്നത് പിടികൂടുക പ്രയാസമാണെന്നാണ് പറയപ്പെടുന്നത്. വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അകമല ചന്ദനക്കാടിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും സംരക്ഷണത്തിനായി ഫലപ്രദമായ നടപടികളൊന്നും നാളിതുവരെ സ്വീകരിച്ചിരുന്നില്ല. ഈ സംഭവം ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.